ഇവിടത്തെ ഇപ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ സാധാരണ ഇപ്പോൾ എല്ലാ കോർപ്പറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് രാവിലത്തെ ഒരു കാഴ്ച നൽകുന്ന ഒരു പ്രത്യാശ എന്താണ്? എങ്ങനെയാണ് അവിടെ വരുന്നവരുടെയൊക്കെ ഒരു പ്രതികരണം? അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അതിശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്നു. അതിൻ്റെ വീറും വാശിയും പ്രചരണത്തിൽ നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായി തന്നെ പോളിംഗ് ബൂത്തിലേക്കും ആളുകൾ ഇങ്ങനെ എത്തുകയാണ്. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ആറ്റുകാൽ എന്ന് പറയുന്ന ആ ബൂത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇവിടെ വോട്ടിംഗ് മെഷീൻ തകരാറിലായി ഒരുപാട് സമയമായി ഇവിടെ കാത്തിരിക്കുന്ന ആളുകളാണ്. എപ്പം ആണ് എത്തിയത്? 8 മണിക്ക്. 8 മണിക്ക് വന്നാണ്. ഇതുവരെ വോട്ട് ചെയ്യാൻ പറ്റില്ല. എന്താ പറയുന്നത്? മിഷൻ ചീത്തയായി പോയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. പോയിട്ട് വരാൻ പറ്റുമോ? ഇല്ലല്ല, അതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വോട്ടിട്ടിട്ട് പോകുന്നുണ്ട്. ഇവിടെ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട്. ഇവിടെ ക്യൂവിൽ നിൽക്കുന്ന ആളുകളൊക്കെ മണിക്കൂറുകളായി ക്യൂവിൽ നിൽക്കുന്നതാണ്. ഇവിടുത്തെ ഒരു മെഷീനാണ്, 7ാമത്തെ ബൂത്തിലെ മെഷീനാണ് തകരാറിലായത്. ആ തകരാറിലായ മെഷീൻ മാറ്റി പുതിയ മെഷീൻ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അതിനുശേഷം മോക്ക് പോളിംഗും പൂർത്തിയാക്കി. ഇപ്പോൾ വീണ്ടും വോട്ടെടുപ്പ് കാര്യമായ പ്രശ്നങ്ങളില്ലാതെ നടന്നു പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് സമാനമായി തന്നെ ഇതിപ്പോൾ വോട്ടിംഗ് മെഷീൻ തകരാറിലായതുകൊണ്ടുള്ള ഒരു തിരക്കാണ് എങ്കിൽ മറ്റെല്ലാ ബൂത്തുകളിലും സമാനമായി തന്നെയുള്ള തിരക്കുണ്ട്. നമുക്ക് ഇവിടെ ഈ ആളുകൾ വലിയ ബുദ്ധിമുട്ട് നേരിടും. നമ്മൾ നേരത്തെ കണ്ട പ്രായമായ ആളുകളുണ്ട്. UDFിൻ്റെയും LDFിൻ്റെയും BJPയുടെയും സ്ഥാനാർത്ഥികൾ നമുക്കൊപ്പമുണ്ട്. അനിത, ശ്രുതി, അശ്വതി. അപ്പോൾ ഈ ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അത് ഇപ്പോൾ ചെറിയൊരു എറർ വന്നു മെഷീനിൽ. അതുകൊണ്ടാണ് 1 മണിക്കൂർ ലാഗ് ആയിരിക്കുന്നത്. കുറച്ച് പേര് തിരിച്ചു പോയി. അവരെന്തായാലും തിരിച്ചു വരും. പെട്ടെന്ന് തന്നെ ഇത് ശരിയാവും. അപ്പോൾ നമുക്ക് വന്ന ആളുകൾ ഒരുപാട് പേര് തിരിച്ചു പോയി. കുറച്ച് ആൾക്കാർ പോയി, കുറച്ച് ആൾക്കാർ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരെന്തായാലും പാവം, അവർ നമുക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അതിന് അവരോട് ആദ്യം നന്ദി പറയണം. ഈ രാവിലെ മോക്ക് പോളിംഗ് നടത്തിയപ്പോൾ മെഷീൻ ഓക്കെ ആയിരുന്നു. ഇവിടെ മാത്രമല്ല, ഒരുപാട് സ്ഥലത്ത് പ്രശ്നമുണ്ട്. അതുകൊണ്ട് ചോദിച്ചത്. അല്ല, രാവിലെ നല്ല ഓക്കെ ആയിരുന്നു, തിരക്കും ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇടയ്ക്ക് വെച്ചാണ് ഈ പ്രശ്നം വന്നത്. അപ്പം അതിനുള്ള തിരക്കും ഉണ്ട്. പുതിയ മെഷീൻ മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റി വെച്ച് പുതിയ മെഷീനാണ്, സ്പെയർ മെഷീനാണ്. ഒരു അരമണിക്കൂറിനകത്ത് ശരിയാവും. അരമണിക്കൂറിനകത്ത് ഇത് പുനഃസ്ഥാപിക്കും. കുഴപ്പമില്ല. പോയ ആളുകൾക്ക് തിരിച്ചു വരുന്നു. എന്തായാലും ഇവിടെ വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോയ ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ തീരദേശ മേഖലയിലടക്കം നഗരമേഖലയിലടക്കം ശക്തമായി തന്നെയുള്ള പോളിംഗ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ത്രികോണ പോരാട്ടം നടക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. BJPയും UDFും അതോടൊപ്പം തന്നെ LDFും നേർക്കുനേർ പോരാടുന്ന സ്ഥലങ്ങൾ. അങ്ങനെ ത്രികോണ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള നീണ്ട ക്യൂ നമുക്ക് കാണാൻ കഴിയുന്നത്. 3 കൂട്ടരും ഒരുപോലെ തന്നെ പ്രതീക്ഷയിലാണ്. കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കിയുള്ള പോരാട്ടം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നു. മലയോര മേഖലയിലെ സ്ഥിതിയും സമാനമായി തന്നെയാണ്. എല്ലായിടത്തും തിരക്കുണ്ട്. BJPയുടെ ഒരു സ്വാധീനം തന്നെയാണ് ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. കോർപ്പറേഷൻ ആര് പിടിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നൽകിയത് 129 ലക്ഷം വോട്ടർമാരാണ് തിരുവനന്തപുരം ജില്ലയിൽ പോളിംഗ് ബൂത്തിലേക്ക് ഇന്ന് എത്തുന്നത്. ശക്തിയേറിയ പോരാട്ടം, അതും ത്രികോണ പോരാട്ടം നടക്കുന്നു എന്നുള്ളതാണ്. LDFിന് വലിയ പ്രമാദിത്വം ഉള്ള ഒരു ഫലമാണ് നിലവിലുള്ളത്. പക്ഷെ അതിനെ അട്ടിമറിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് UDFും ഒപ്പം NDAയും ഒക്കെ മുന്നോട്ട് വെക്കുന്നത്. അത് പ്രചാരണത്തിലും നേരത്തെ അമൽ പറഞ്ഞതുപോലെ തന്നെ പ്രചാരണത്തിലും വളരെ പ്രകടമായിരുന്നു. അതുകൊണ്ട് ഇത്തവണ പോളിംഗ് ശതമാനം ഉയരും. കോർപ്പറേഷൻ നേരത്തെ പറഞ്ഞ പോലെ 59% കഴിഞ്ഞ തവണ. ഇത്തവണ ഇതുവരെ തന്നെ 15% തൊട്ടിട്ടുണ്ട്. അതുകൊണ്ട് മികച്ച പോളിംഗ് രേഖപ്പെടുത്തും എന്നുള്ളതാണ് മുന്നണികളുടെയൊക്കെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. നമുക്ക് കോട്ടയത്തേക്ക് പോകാം. ഷിനോജ് ST വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട്. ഷിനോജ്, യാതൊരു താരതമ്യവും ഇല്ലാത്ത രീതിയിലാണ് കോട്ടയം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഫലം മുന്നണികൾക്ക് എന്ന് പറയുന്നത്. ഗ്രാമപഞ്ചായത്തിൽ 71-ൽ 50 LDFിനാണ്, 18 മാത്രമാണ് UDFിനുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിൽ 10 LDFിനൊപ്പമാണ്, 1 മാത്രമാണ് ഒപ്പം നിൽക്കുന്നത്. ആ നിലയ്ക്കാണ് ജില്ലാ പഞ്ചായത്തും LDFിനൊപ്പമാണ്. കേമാണി വിഭാഗമൊക്കെ കൂടെ വന്നതോടുകൂടി ചുവപ്പിച്ചെടുത്ത മേഖലയാണ്. അവിടെ എന്തു മാറ്റത്തിനാണ് സാധ്യത, അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയ വിധിക്കാണ് സാധ്യത? എങ്ങനെയാണ് മുന്നണികളുടെ പ്രതീക്ഷ? മധു, കേരള കോൺഗ്രസ് എമ്മിൻ്റെ കടന്നുവരവ് തന്നെയാണ് അത്തരത്തിൽ ഒരു മാറ്റത്തിലേക്ക്, വലിയ ലീഡിലേക്ക് 2020 LDFിന് പോകാൻ സാധിച്ചത്. 2015-ൽ 50-ലധികം ഗ്രാമപഞ്ചായത്തുകൾ UDFിൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ 2020-ലേക്ക് എത്തുന്ന സമയത്ത് ആ കണക്ക്, ആ 50 എന്ന് പറയുന്ന കണക്ക് അത് LDFിൻ്റെ ഭാഗമാകുന്നു. അത്തരത്തിൽ 18 പഞ്ചായത്ത് മാത്രമാണ് നിലവിൽ ഇപ്പോൾ UDFിന് ഒപ്പമുള്ളത്. അതിനാൽ തന്നെ 2015-ലേക്ക് പോകും, അത്തരത്തിലൊരു വലിയ വിജയത്തിലേക്ക് പോകുമെന്നൊരു അവകാശവാദമാണ് UDF ക്യാമ്പ് ഉയർത്തുന്നത്. അതേസമയത്ത് തന്നെ 2020-ൽ ഞങ്ങൾ നേടിയ 50-ൽ അധികം ഗ്രാമപഞ്ചായത്ത് അത് ഇത്തവണ നിലനിർത്തും. 10
11 ബ്ലോക്ക് പഞ്ചായത്തിൽ 10 ബ്ലോക്ക് പഞ്ചായത്തും അതും ഇത്തരത്തിൽ നിലനിർത്തും തുടങ്ങിയ കാര്യങ്ങൾ, അവകാശവാദങ്ങളൊക്കെ തന്നെ LDF ക്യാമ്പും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വലിയ ആവേശം, കൊട്ടിക്കലാശത്തിൽ നിന്നും തന്നെ വലിയ ആവേശം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അടിത്തട്ടിൽ കോട്ടയത്ത് വലിയ രീതിയിൽ രാഷ്ട്രീയം ചർച്ചയായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ പോളിംഗ് ദിനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിൽ ആളുകൾ രാവിലെ 7 മണി മുതൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ ആളുകളൊക്കെ തന്നെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട്.